അച്ഛനൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഏയ് ഇല്ല മോളെ, എനിക്കൊന്നുമില്ല. അഭിമന്യു ആണ് എന്നെ രക്ഷിച്ചത്. രവികുമാർ ഇത് പറയുമ്പോൾ ഭാര്യയുടെയും രണ്ടാമത്തെ മകളുടെയും മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് തുടുക്കുന്നുണ്ടായിരുന്നു. അവരുകൂടി അറിഞ്ഞാണോ ആ ആക്സിഡന്റ് പ്ലാൻ ചെയ്തത്? നന്ദിയുണ്ട്. എനിക്ക് എന്റെ അച്ഛനായില്ല. നിങ്ങൾ ചെയ്ത ഈ സഹായത്തിന് ഞങ്ങൾ തിരിച്ച് എന്തെങ്കിലും ഉപകാരം ചെയ്യണം. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളെ ആക്സിഡന്റിൽ നിന്ന് രക്ഷിച്ചില്ലേ എന്തെങ്കിലും സഹായം ചെയ്ത് പറഞ്ഞയക്കായിരുന്നില്ലേ? എന്തിനാ ഇവനെയൊക്കെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്? ഇതേപോലത്തെ ദരിദ്രവാസി കോലമുള്ളവനൊക്കെ എന്തിനാ ഡാഡി വിളിച്ച് വീട്ടിൽ കയറ്റുന്നത്? ഐ കാൻ ട്രസ്റ്റ് ദിസ് കൈൻഡ് ഓഫ് പീപ്പിൾ. അഭി ഒന്നും മിണ്ടിയില്ല. പക്ഷെ രവിചന്ദ്രന് അത് തന്നെ അപമാനിച്ചതുപോലെയാണ് തോന്നിയത്. അമ്മയുടെ ബുദ്ധി കാണിക്കണ്ടേ ഒരു മകളെങ്കിലും? നിന്റെ അമ്മയെപ്പോലെ ഒരു പിശാചിന്റെ കൂടെ ഇത്രയും കാലം കുടുംബം നടത്തിയ എനിക്ക് ഇതൊന്നും കിട്ടിയാൽ പോരാ. എന്നോട് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ കണക്ക് നമുക്ക് പിന്നെ തീർക്കാം. പക്ഷെ ഇവനെ ആരെങ്കിലും എന്തെങ്കിലും പറയാമെന്ന് വെച്ചാൽ പല്ല് ഞാൻ അടിച്ച് താഴെയിടും. സാർ, വേണ്ട സാർ. സാറിന്റെ എന്നല്ല, ഏത് വീട്ടുകാരാണെങ്കിലും എന്നെപ്പോലെ ഒരുത്തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാ ഇങ്ങനെ തന്നെ പറയും. അത് അവരുടെ കുറ്റമല്ല. ഞാൻ കാരണം ഇവിടെ ഒരു വഴക്ക് വേണ്ട. ഞാൻ പോയേക്കാം സാർ. ഇല്ല, നിങ്ങൾ പോകാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ സംഭവിച്ചതിന് ഞാൻ മാപ്പ് പറയുന്നു. അതാണ് അഭി, ഞാനും എന്റെ മൂത്ത മകൾ പല്ലവിയും നിങ്ങളോട് ഇവിടെ സംഭവിച്ചതിനൊക്കെ മാപ്പ് പറയുന്നു. എന്റെ ഭാര്യയെയും ഇളയ മകളെയും ഞാനെന്നല്ല ദൈവം വിചാരിച്ചാലും തിരുത്താൻ കഴിയില്ല. അതുകൊണ്ട് അവര് പറയുന്ന ഒന്നും കാര്യമാക്കണ്ട. പിന്നെ അവര് പറയുന്നത് കേട്ട് ഞാൻ ഇപ്പോ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ അതെന്നും എനിക്കൊരു കുറ്റബോധമായി ഉള്ളിൽ കിടക്കും. രവിയും പല്ലവിയും നിർബന്ധിച്ചത് കാരണം അഭിയും അതിനൊന്നും തിരിച്ചു പറഞ്ഞില്ല. അഭി, നീയാണ് ഇന്നു മുതൽ എന്റെ പേഴ്സണൽ സെക്രട്ടറി. സാർ, അതൊക്കെ വേണോ? അതിൽ ഇനി വേറെ ഒരു സംസാരവും ഇല്ല. സമയം കടന്നുപോയി. അഭി രവിചന്ദ്രന്റെ വിശ്വസ്തനായി വളർന്നു. അവൻ ഒരിക്കലും ആ വിശ്വാസം തെറ്റിച്ചില്ല. അഭിയുടെ പല തീരുമാനങ്ങളും രവിചന്ദ്രന്റെ ബിസിനസ്സിൽ മുന്നേറ്റം നൽകി. എന്നാൽ ഒരു കാര്യം, അഭിയുടെ കയ്യിലെ ആ വലിയ കറുത്ത മറുക് അത് എത്ര ആലോചിച്ചിട്ടും എവിടെയാണ് കണ്ടതെന്ന് ഓർത്തെടുക്കാൻ രവിക്കായില്ല. അത് പലപ്പോഴും അയാളെ അസ്വസ്ഥനാക്കി. ഈ സമയം തന്നെ രവിചന്ദ്രൻ മകൾ പല്ലവിക്ക് കല്യാണം നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് നല്ലൊരു വരനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് രവിചന്ദ്രന്റെ ഓഫീസിലെ കുറച്ചുപേർ അങ്ങോട്ടേക്ക് വന്നത്. എന്താ എല്ലാവരും കൂടി ഒരുമിച്ച്? എന്തെങ്കിലും പ്രശ്നം? സർ,